ആസറോള ട്രെൻഡ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്റ്റാറാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ചാർട്ട് പേപ്പറാണ്. ചാർട്ട് പേപ്പർ ഞാനിവിടെ 21 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും 21 സെൻറ്റിമീറ്റർ വിത്തിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു 6 ഷീറ്റ് ചാർട്ട് പേപ്പറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ഗിഫ്റ്റ് പേപ്പറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പേപ്പർ ഗിഫ്റ്റ് പേപ്പറാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഗിഫ്റ്റ് പേപ്പർ കട്ട് ചെയ്ത് എടുക്കാം. കുറച്ച് ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് എടുത്തത്. നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ വച്ച് മാത്രം ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. ഇപ്പോൾ സ്റ്റാറിന് കുറച്ച് ഭംഗി കൂടാൻ വേണ്ടി മാത്രമാണ് ഇത്, ഓപ്ഷണലാണ്. നമുക്ക് വേണ്ടത് സ്കെയിൽ, സിസർ, പെൻസിൽ, ഗ്ലൂ. നമ്മൾ ചാർട്ട് ഹോള് കൊടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്റ്റാറിന് ഹോള് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പർ ഹോൾഡർ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിവിടെ സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ ഗിഫ്റ്റ് പേപ്പേഴ്സ് എല്ലാം ചാർട്ടിൽ ഒട്ടിച്ചെടുക്കണം. നമുക്കിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കോർണർ ടു കോർണറായിട്ട് നമ്മളിതിനെ ഫോൾഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോർമൽ ചാർട്ട് പേപ്പറാണ്. കട്ടി കുറവായിരിക്കും. നിങ്ങൾക്ക് കട്ടി കൂടി ചാർട്ട് പേപ്പർ വാങ്ങാൻ കിട്ടും. ഞാനിപ്പോൾ നോർമൽ ചാർട്ട് പേപ്പർ എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഗിഫ്റ്റ് പേപ്പർ അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒട്ടിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് കട്ടിയുള്ള ചാർട്ട് പേപ്പർ എടുക്കുന്നത്, പ്ലെയിൻ ആയിട്ട് ചാർട്ട് പേപ്പർ മാത്രം യൂസ് ചെയ്യുന്നവർക്ക് അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരിക നോർമലിനെ കാട്ടിലും. ഇനി നമുക്ക് ഈ ലൈൻ നമുക്ക് കാണാമല്ലോ, ലൈനിൻ്റെ ഒരല്പം ഉള്ളിലേക്ക് വരുന്ന രീതിക്ക്, ഒരു 1 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് നമ്മൾ ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്ട് കഴിയാറായി. ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉൾഭാഗത്തേക്ക് ഒട്ടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഒട്ടിക്കുന്നത് സൈഡിൽ മാത്രമായിട്ട് നിൽക്കുക. അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ ഭംഗിയില്ലാതായി പോവും, ഉയർന്നു വരില്ല. നമ്മുടെ സ്റ്റാറിൻ്റെ കോർണർ വരെ അത് ഒട്ടിയിട്ടില്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ തന്നെ നമ്മൾ ഈ 6 ഷീറ്റ്, ബാലൻസ് 6 ഷീറ്റ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. കംപ്ലീറ്റ് ചാർട്ട് പേപ്പറും ട്രയാങ്കിൾ ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചാർട്ട് പേപ്പർ ഒരെണ്ണം എടുത്തിട്ട് അതിനെ 4 സെൻറ്റിമീറ്റർ മുകളിലായിട്ട് അടയാളപ്പെടുത്തുക. കറക്റ്റ് 4 സെൻറ്റിമീറ്റർ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക സെൻറ്ററായിട്ട്. ഇനി നമ്മൾ 2 സൈഡിൽ കൂടെ അതിനൊന്ന് ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കുക. ഓക്കെ, നമ്മളിപ്പോൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ സെൻറ്റർ പോർഷനൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് ഈ ഭാഗത്തിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് നമ്മളിനി ഒരു പ്രാവശ്യം കൂടി 1 സെൻറ്റിമീറ്റർ അളവെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വരയ്ക്കുന്നത്. ഇല്ല നോർമലി ആരും വരയ്ക്കേണ്ട ആവശ്യമില്ല, നോർമലായിട്ട് കട്ട് ചെയ്ത് പോയാൽ മതിയാവും. നമ്മൾ നല്ലപോലെ കട്ട് ചെയ്തെടുക്കുക.
ഓക്കെ, നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത് തന്നെ. നമുക്കിത് നല്ല രീതിക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സ്കെയിൽ വെച്ചിട്ടാണ് ഫോൾഡ് ചെയ്യുന്നത്. ചാർട്ട് പേപ്പർ ആയതുകൊണ്ട് തന്നെ സ്കെയിൽ വെച്ച് ഫോൾഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ടിരിക്കും. ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡും ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാനിതിൻ്റെ 2 സൈഡും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ഒരു ഭാഗം ഫോൾഡ് ചെയ്തും ഒരു ഭാഗം കട്ട് ചെയ്തും നമ്മൾ ബാക്കി ഇരിക്കുന്ന നമ്മുടെ ചാർട്ട് പേപ്പേഴ്സിനെ സെറ്റ് ചെയ്തെടുക്കുക. എല്ലാ പാർട്ടും ഒരുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് കട്ട് ചെയ്തും ഒരു സൈഡ് കട്ട് ചെയ്യാതെയാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. ഇനി കട്ട് ചെയ്ത ഭാഗവും ഇതിൽ കട്ട് ചെയ്യാത്ത ഭാഗവും തമ്മിലായിരിക്കും നമ്മൾ ജോയിൻ്റ് ആക്കുക. ജോയിൻ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കട്ട് ചെയ്യാത്ത ഈ പോർഷനിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ഈ കട്ട് ചെയ്യാത്ത ഭാഗവും കട്ട് ചെയ്ത ഭാഗവും കൂടി ഇങ്ങനെ ജസ്റ്റ് ചേർത്ത് കൊടുക്കുക. എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ നമ്മൾ നല്ല രീതിക്ക് ടൈറ്റായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ നമ്മൾ ജോയിൻ്റ് ആയെന്ന് കൺഫേം ചെയ്യണം. ഇപ്പം നമ്മളിത് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഇപ്പം ഞാനിത് ജോയിൻ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കാൻ മനസ്സിലാവും ഏകദേശം നമ്മുടെ സ്റ്റാർ എങ്ങനെ ആയിരിക്കും നമുക്ക് ഇപ്പോൾ തന്നെ കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ഒട്ടിച്ചു കൊടുക്കുക. ഈ പോർഷൻസ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ സൈഡ് പോർഷൻ, ലാസ്റ്റ് വരുന്ന ഈ സൈഡ് പോർഷനായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇത് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മുടെ ബാക്കി എല്ലാ പോർഷനും നമ്മൾ ഫിക്സ് ചെയ്ത് ഇതിൽ ജോയിൻ്റ് ആക്കിയിട്ടുണ്ട് ഈ ചാർട്ട് പേപ്പറിനെ. ഇപ്പം നമ്മുടെ സ്റ്റാർ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ സ്റ്റാർ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ സൈഡ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സൈഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു തീപ്പെട്ടിയുടെ കൊള്ളിയിൽ ഒരു കുഞ്ഞു കഷ്ണം എടുത്തിട്ടുണ്ട്. അതിലൊരു ത്രെഡ് കെട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ചാർട്ട് പേപ്പർ എടുക്കണം. ചാർട്ട് പേപ്പറിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളിത് ഈ ത്രെഡ് കെട്ടാൻ പോകുന്ന എവിടെയാണോ അവിടെ കുറച്ച് കട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാർട്ട് പേപ്പർ വെച്ച് കൊടുക്കുക. നല്ലപോലെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ 2 സൈഡിലും നമ്മൾ ഈ ചാർട്ട് പേപ്പർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ജോയിൻ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് 2 സൈഡിലായിട്ട്.
ഗ്ലൂ ഉള്ളിൽ ഒട്ടിപ്പിടിക്കാണ്ട് നോക്കണം. ഇനി നമുക്ക് നമ്മുടെ പേപ്പർ ഹോൾഡർ വെച്ചിട്ട് 2 ഹോൾ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഹോളിലായിട്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കണം. നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക. ഇനി ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇങ്ങനെ നമ്മൾ 2 സൈഡിലായിട്ട് 2 ത്രെഡ് ഇട്ട് കൊടുക്കുക. സൈഡിലായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് തീപ്പെട്ടിയുടെ കൊള്ളിയാണ്. അപ്പോൾ നമ്മൾ 2 സൈഡിലായിട്ട് പേപ്പർ ഹോൾഡറിട്ടൊരു ഹോൾ കൊടുത്തതിന് ശേഷം ത്രെഡ് ഇട്ട് കെട്ടി കൊടുക്കുക. ഇപ്പം നമ്മുടെ സ്റ്റാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലൈറ്റൊക്കെ ഇടുമ്പോൾ പുറത്തേക്ക് വരാനായിട്ട് നമ്മുടെ സ്റ്റാറിൽ പുറത്ത് കാണാനായിട്ട് നമ്മൾ പേപ്പർ ഹോൾഡർ വെച്ചിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. പേപ്പർ ഹോൾഡർ ഉപയോഗിച്ചിട്ട് ഞാൻ ലൈറ്റായിട്ട് ഇതിൽ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് ഹോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം ഞാൻ പെൻസിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഇഷ്ടമുള്ള ഡിസൈൻസിൽ വരയ്ക്കാം. അതേ ലൈനിൻ്റെ പുറത്തുകൂടി ഞാൻ പേപ്പർ ഹോൾഡറിട്ട് ഹോൾഡ് ഇടുകയാണ്. ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഞാനിപ്പോൾ ജസ്റ്റ് വരച്ചതിന് ശേഷമാണ് ഹോൾഡ് ഇട്ടത്. നിങ്ങൾക്ക് വരയ്ക്കാതെ തന്നെ ഹോൾഡ് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഹോൾഡ് ഇടാം. ഇങ്ങനത്തെ കംപ്ലീറ്റ് ഹോൾഡ് കൊടുക്കണം. നമ്മുടെ സ്റ്റാർ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റാറിൽ ലൈറ്റ് വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഒന്ന് നോക്കാം. നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ബ്ലൂ കളർ ഷെയ്ഡ് വരുന്ന ലൈറ്റാണ് കൊടുത്തേക്കുന്നത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.